good morning everybody. A tank 2 meter long and 1 meter wide is contain 10,000 liters of water. അതായത് 2 മീറ്റർ നീളമുള്ള ഒരു ടാങ്ക്, അതുപോലെ 1 മീറ്റർ വൈഡ് എന്ന് പറഞ്ഞാൽ വീതിയാണ്, വൈഡ് വിടുത്താണ് കേട്ടോ, വൈഡ് വീതിയുണ്ട് ടാങ്കിന്. പിന്നെ ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ്, നീളം. അതിലെന്താ പറയുന്നത്, കണ്ടെയ്ൻ, അതിൽ കൊള്ളും, ഉൾക്കൊള്ളും, അതിൽ വെള്ളം സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറയൂലേ. എത്ര കൊള്ളണം? 10,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, 10,000 ലിറ്റർ വെള്ളം കൊള്ളണം എന്നാണ് പറയുന്നത്. വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ്? അപ്പം അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഇതിൽ വെള്ളം കൊള്ളേണ്ട എത്രയാണ്? 10,000 ലിറ്റർ വെള്ളം കൊള്ളണം. അതിൻ്റെ ലെങ്ത്തും വെഡ്ത്തും തന്നിട്ടുണ്ട്, 2 മീറ്റർ എന്നും, പിന്നെ വീതി എത്രയാണ്? 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നീളവും വീതിയും ഉയരവും, ലെങ്ത്തും ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇവരുടെ മൂന്നാളിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവ് കിട്ടുക. അത് നമുക്കറിയില്ല, പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് 10,000 ലിറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ നീളവും വീതിയും ഉയരം തന്നത് മീറ്റർ ആയിട്ടല്ലേ, മീറ്റർ ഇൻറ്റു പിന്നെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് എച്ച് ആണ് അല്ലേ. അതായത് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു എച്ച്, അതായത് 2 മീറ്റർ ലെങ്ത്താണ്, 1 മീറ്റർ വിടുത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, എന്തായാലും കുഴപ്പമില്ല. ഹൈറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഹൈറ്റ് എച്ച് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണത്, ഈ 10,000 ലിറ്റർ എന്നുള്ള സാധനത്തിനെ ഈ മീറ്റർ എന്നുള്ള ഫോമിലേക്ക് മാറ്റണം, അതായത് മീറ്റർ ക്യൂബ്. അതിന് നമുക്കറിയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ് 1 മീറ്റർ ക്യൂബ് എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, സെൻറ്റിമീറ്റർ വലുതായി 1000 ആകുമ്പോഴാണ് 1 ലിറ്റർ, വെള്ളം കുടിക്കുന്ന കുപ്പിയുടെ അളവ് ലിറ്ററിലല്ലേ ഒരു ലിറ്റർ ഉണ്ടാവുന്നത്. ഈ ലിറ്റർ വലുതായിട്ട് 1000 ആകുമ്പോഴാണ് 1 മീറ്റർ ക്യൂബ് ഉണ്ടാവുന്നത്. സെൻറ്റിമീറ്ററിൻ്റെ കൂടെ ക്യൂബ് ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ 1000 ലിറ്ററാണ്. അപ്പോൾ ഇതിലെത്ര ആയിരങ്ങൾ? 1 മീറ്റർ ക്യൂബ് 1000, 2 മീറ്റർ ക്യൂബ് 2000, പിന്നെ 3 മീറ്റർ ക്യൂബ് 3000 ലിറ്റർ. അങ്ങനെ പോകുമ്പോൾ 10,000 ലിറ്ററാണ് ഇവിടെ ഉള്ളത്. 10,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ എഴുതാം? 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബാണ് എന്ന് എഴുതാം. ഇനി എന്താ, 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, പിന്നെ ആ 2നെ എച്ച് കൊണ്ട്, അപ്പോൾ 2 എന്ന് എഴുതി. 2 ഇൻറ്റു എച്ച് ആണ് 10 മീറ്റർ ക്യൂബ്. അതായത് 2നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 10 ആവുക? 2 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് 10/2. ഈ 10/2 എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഈ 2 അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്, സൈഡ് മാറുമ്പോൾ സൈന് മാറും, ഗുണനം മാറിയിട്ട് ഹരണമാവുകയാണ്. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. നമ്മളെ ഹൈറ്റ് H = ഹൈറ്റ് എന്ന് കിട്ടും.